നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നമ്മുടെ പുതിയ തലമുറ ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ജോലിക്കും ഒക്കെ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നതാണ് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞൊരു 10 വർഷത്തോളമായിട്ട് അതൊരു സ്ഥിരം കാഴ്ചയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കുട്ടികളൊക്കെ കാനഡയിലേക്കും അയർലൻഡിലേക്കും ജർമ്മനിയിലേക്കുമൊക്കെ പുതിയ കോഴ്സുകൾ പഠിക്കാനും അതുപോലെ തന്നെ ജോലി ചെയ്യാനുമായി പോകുന്നത്. അവരവിടെ തന്നെ പഠിച്ച് ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ തന്നെയാണ് താല്പര്യം. ആർക്കും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോലും താല്പര്യമില്ല എന്നൊക്കെയാണ് പലരിൽ നിന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങൾ. എന്തായാലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട സമയമാണ് ഇതെന്ന് പറയേണ്ടി വരും. കാരണം ഈ വർഷത്തെ കാലിക്കറ്റ് സർവകലാശാലയിലെ ബിരുദ കോഴ്സുകളെ കുറിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 1,06,000-ലധികം സീറ്റുകളുണ്ടായിരുന്നു. പക്ഷേ അപേക്ഷിച്ചവർ വെറും 76,000-ഓളം ആളുകൾ മാത്രമേ അപേക്ഷിച്ചിട്ടു പോലുമുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മുടെ ബിരുദാനന്തര കോഴ്സുകളൊക്കെ സർവകലാശാലകളിൽ പഠിക്കാൻ വിദ്യാർത്ഥികളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നു എന്നതാണ് വാസ്തവം. നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയുന്നത് എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് നമ്മുടെ അഭിരുചിക്കനുസരിച്ച് മാറിയ കാലത്തിനനുസരിച്ച് ഈ സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പഠിക്കാനുള്ള കോഴ്സുകൾ ഇവിടെയില്ല എന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ജെയിംസ് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല അടിമുടി മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലെത്തിയിരിക്കുന്നു. അല്ല, കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതുകൊണ്ട് മാത്രമാണ് ഈ സീറ്റുകൾ ഒഴിയുന്നതെന്ന് എനിക്ക് അഭിപ്രായമില്ല. നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ജനസംഖ്യ കുറഞ്ഞവരുമാണ്, ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞവരുമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ 2010 ജനിച്ച കുട്ടികളാണല്ലോ ഈ വർഷം SSLC പാസ്സായത്. അപ്പോൾ ഈ 2010 മുതൽ 2025 വരെയുള്ള കാലത്ത് നമുക്ക് കാര്യമായ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ടാവും. ജനസംഖ്യ കുറവുണ്ടാകും. 2011 അവസാന സെൻസസ് നടന്നത്. 2021 നടക്കുന്ന സെൻസിൽ നമ്മുടെ ജനസംഖ്യയിലുണ്ടായ മാറ്റം, ഡെമോഗ്രഫിയിലുണ്ടായ മാറ്റം നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറയുന്നത് ഈ സ്കൂൾ കോളേജ് എൻറോൾമെൻറ്റിനെ ബാധിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് കരുതാം. രണ്ടാമത്തെ കാര്യം, ഈ 2021 രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ ആ സർക്കാർ പ്രഖ്യാപിച്ചത് വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തുമെന്നാണ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികൾ, സർവകലാശാലകളുടെ നിലവാരം മെച്ചപ്പെടുത്തും എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ്, ആ പ്രഖ്യാപനത്തിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നമ്മുടെ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേടുന്ന ക്രൈസിസിനെ പറ്റി വലിയ തോതിലുള്ള വിമർശനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇപ്പോൾ നമുക്ക് ഉയർന്ന സാക്ഷരതാ നിരക്കുണ്ട്, ഉയർന്ന വിദ്യാഭ്യാസ സൂചികയുണ്ട്, നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നല്ലതാണ്. ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മലയാളികൾ വളരെ മോശമാണ് മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം, ഇപ്പോൾ സിവിൽ സർവീസ് എൻട്രൻസിൽ പാസ്സാവുന്ന മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, നമ്മൾ വളരെ മോശമാണ്. അത് അവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ജനസംഖ്യാപരമായിട്ട് കമ്പയർ ചെയ്താൽ പോലും. അതേസമയം കേരളത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പുറത്തു പോയി പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ സർവകലാശാലകൾക്ക് എന്തോ കുഴപ്പമുണ്ട്, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് എന്തോ കുഴപ്പമുണ്ട്. അത് കാലോചിതമായി പരിഷ്കരിക്കപ്പെടുന്നില്ല. സർവകലാശാലകളെ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് മൂലം വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കുന്നതിനുള്ള വിശ്വാസ്യത നഷ്ടം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. കാലോചിതമായി പരിഷ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകൾ, ഇപ്പോൾ സെൽഫ് ഫിനാൻസ് പ്രോഗ്രാമുകളിൽ ധാരാളം കുട്ടികൾ ചേരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? സെൽഫ് ഫിനാൻസ് പ്രോഗ്രാമുകളിൽ പ്രധാനമായും കാലോചിതമായ വിഷയങ്ങളാണ് പഠിക്കുക. ഇപ്പോൾ AI വളരെ അട്രാക്റ്റീവായിട്ടുള്ള, കൂടുതൽ പേർ ജോയിൻ ചെയ്യുന്ന ഒരു ജോബ് ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ 14 കോളേജുകളാണ് കഴിഞ്ഞ അക്കാദമിക വർഷം MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പൂട്ടിപ്പോയത്. 14 കോളേജുകൾ. എന്താ കാരണം? നമ്മുടെ ഈ പരമ്പരാഗതമായ ചില വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ BCom, BA, BSc സയൻസ് സബ്ജക്ട്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് കെമിസ്ട്രി, ഫിസിക്സ്. ഇപ്പോൾ BSc കെമിസ്ട്രി പഠിക്കുക എന്നിരിക്കട്ടെ, ഒരാൾ BSc കെമിസ്ട്രി പഠിക്കുക, അയാളുടെ ഒരു ജോബ് പ്രോസ്പെക്റ്റ് എന്താണ്? പരമാവധി അയാൾക്ക് MSc കെമിസ്ട്രി പഠിക്കാം, റിസർച്ചിന് പോകാം ഒരു വഴിക്ക്, ഇപ്പോൾ PhD എടുക്കാം, എന്നിട്ട് അധ്യാപന മേഖലയിലേക്ക് തിരിയാം, കോളേജ് അധ്യാപകനാവും, ഒരു സയൻറ്റിസ്റ്റ് ആവണം, കെമിസ്ട്രിയിൽ ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിൽ അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അതൊരു ചോദ്യമാണ്. അപ്പോൾ വേണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇപ്പോൾ NIT, IIT പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പോൾ പഠിക്കാം. പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇന്ത്യയിലെ സാധ്യതകൾ വളരെ വിരളമാണ് അതൊക്കെ പഠിച്ചിട്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് കോഴ്സുകൾ, നമ്മുടെ പരമ്പരാഗതമായ ഒരുപാട് കോഴ്സുകൾ, പ്രത്യേകിച്ചും എൻജിനീയറിംഗ് കോഴ്സുകൾ, നമ്മുടെ എൻജിനീയറിംഗ് കോളേജുകളിലെ ഗുണനിലവാര നഷ്ടത്തെക്കുറിച്ച് ഒരു കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. നമ്മൾ സെൽഫ് ഫിനാൻസ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള എൻജിനീയറിംഗ് കോളേജുകളിലെ അധ്യയന നിലവാരത്തെക്കുറിച്ച്. ഇപ്പോൾ BTech പഠിക്കുന്ന ആളുകൾക്കുള്ള ആ പാഷൻ പോയല്ലോ, ഇപ്പോൾ ആളുകൾ അത് പഠിക്കുന്നില്ല. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുകയാണ് ആദ്യം സർക്കാർ ചെയ്യേണ്ടത്. പക്ഷേ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അതിൻ്റെ 1ാം വർഷത്തിൽ പ്രഖ്യാപിച്ച
വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി നമ്മുടെ സർവകലാശാലകൾ നവീകരിക്കും. പക്ഷെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തി, വിദേശ സർവകലാശാലകൾ കൊണ്ടുവരും. ഇതുവരെ അങ്ങനെ വിദേശ സർവകലാശാലയൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ സർവകലാശാലകളെ ഈ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്ത് ചെയ്യും, പുറത്ത് പഠിക്കാൻ പോകും. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്റ്റഡി ഇൻ കാനഡ, സ്റ്റഡി ഇൻ UK പോലുള്ള ആകർഷകമായ പരസ്യങ്ങളിൽ അവിടെ പോയി പഠിക്കുക എന്നുള്ള ആളുകളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ആ ട്രെൻഡും ഇവിടുത്തെ എൻറോൾമെൻറ്റ് കുറയ്ക്കാൻ കാരണമായിട്ടുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെറുപ്പക്കാർ പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടിയാണ്. അത് കേരളത്തിലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിച്ച് ജോലി ഇല്ലാതെ നടക്കുന്നതിനേക്കാൾ നല്ലതാണ് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി ജോലി കിട്ടാവുന്ന ഒരു കോഴ്സ് പഠിച്ച് ജോലി നേടുക എന്നുള്ളത്. ഇതാണ് വളരെ പരമപ്രധാനമായ കാര്യം. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പോൾ അതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ യുവാക്കൾക്ക് എന്താണ് ആവശ്യം, അതനുസരിച്ച് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറേണ്ടതുണ്ട്, അടിയന്തരമായി മാറേണ്ടതുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനെ മുഖത്തടിച്ച് വീഴ്ത്തുന്ന വിദ്യാർത്ഥി സംഘടനകളുള്ള സംസ്ഥാനമാണ് കേരളം. അതിലൊരു തരത്തിലുള്ള റിഗ്രറ്റും ഇല്ലാതെ അതിന് ന്യായീകരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അമിതമായ രാഷ്ട്രീയവൽക്കരണം, സർവകലാശാലകളുടെ അമിതമായ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകൾ പിടിക്കാനുള്ള സംഘപരിവാർ ശ്രമം, മറുവശത്ത് എന്താണ് സ്വന്തക്കാരെ തിരികെ കയറ്റുക, മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഭാര്യമാർക്ക് ജോലി കൊടുക്കുക, ഇങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികൾ മറുവശത്തൊന്നും ചെയ്യുന്നുണ്ട്. ഒക്കെ ആക്ച്വലി അതിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ താല്പര്യങ്ങൾ മാറ്റി നിർത്തി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്നുള്ളത് മാത്രമേ ഈ എൻറോൾമെൻറ്റ് കുറയുന്നത് തടയാൻ ഉള്ള ഒരു മാർഗം. യെസ്, നിഷാദ്, അതാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്ത് ഇവിടെ തന്നെ നികുതി അടച്ച് രാജ്യത്തിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാവേണ്ടവരാണ്. പക്ഷേ അവരാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. എന്ത് മാറ്റം കൊണ്ടുവന്നാൽ അതിനെ തടയാൻ കഴിയും? എനിക്ക് തോന്നുന്ന ഒരു കാര്യമേ, ലോകം മാറിക്കൊണ്ടേയിരിക്കുകയാണ്, എല്ലാത്തിലും മാറ്റങ്ങൾ സംഭവിക്കും. അപ്പം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലുള്ള ഈ പറയുന്ന ഉപരിപഠന ക്ലാസ് റൂമുകൾ എല്ലാ കാലവും നിറഞ്ഞിരിക്കണമെന്ന് നമ്മുടെ ഒരു അതിമോഹമാണ്. നമ്മുടെ എല്ലാ കുട്ടികളും ഇവിടെ തന്നെ ജീവിക്കുക, ഇവിടെ തന്നെ ജോലി നേടുക, ഇവിടുത്തെ അമ്പലക്കുളം, ഞാറ്റുവേല ഇവിടെ തന്നെ ഉണ്ടാവണം. അതും നമ്മുടെ ഒരു വേണ്ടാത്ത മോഹമാണ്. മനുഷ്യർ എവിടേക്കൊക്കെയാണോ പോകുന്നത് അവിടേക്കൊക്കെ പോകട്ടെ, അവർക്ക് ഇഷ്ടമുള്ള തൊഴിലവസരങ്ങൾ തേടട്ടെ, ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യട്ടെ, പുറത്താണ് കിട്ടുന്നെങ്കിൽ പുറത്തേക്ക് പോകട്ടെ. പഴയ കാലമൊന്നുമല്ല. ഞാൻ BSc സുവോളജി പഠിച്ച ആളാണ്. അത് പഠിക്കുമ്പോൾ എന്ത് ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് ആശയക്കുഴപ്പം ഞാൻ ആലോചിച്ചിട്ട് കൂടിയില്ലായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്ന് ഇപ്പോൾ ചെയ്യുന്നത് ഈ പണിയാണ്. അങ്ങനെ ഒരു റിസ്ക് എടുക്കാനൊന്നും ഇപ്പോഴത്തെ ആൾക്കാർ തയ്യാറല്ല. അവർക്ക് ചെറുപ്പത്തിൽ തന്നെ, ഇപ്പം ഞാനിപ്പോൾ മീഡിയ വണ്ടെ +2-നും 10ാം ക്ലാസ്സിലും എല്ലാ വിഷയത്തിനും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പരിപാടി ജില്ലാ തലങ്ങളിൽ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. ഒരുപാട് കുട്ടികൾ വന്നു. അവിടുത്തെ കുട്ടികളെ, അപ്പോൾ ഓരോ സെഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് അവിടുത്തെ കുട്ടികളെ വിളിച്ച് സ്റ്റേജിൽ സംസാരിക്കും. ഓരോരുത്തർക്കും 10ാം ക്ലാസ്സിൽ ജയിച്ചവർ, +2-ൽ ജയിച്ചവർ കൃത്യമായ പ്ലാനുണ്ട്. പ്ലാൻ മാത്രമല്ല, റൂട്ടും ഉണ്ട്. എങ്ങനെയാവണം, എന്താണ് കിട്ടേണ്ടത്, ഏതാണ് പഠിക്കേണ്ടത്, അത് ഏത് സ്ഥാപനമാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ലൈഫ് സെറ്റിൽ ചെയ്യേണ്ടത് അടക്കമുള്ള പ്ലാനിലാണ് ഈ പ്രായത്തിലെ വിദ്യാർത്ഥികൾ. എൻ്റെ ഒന്നും പ്രായത്തിൽ ഞാൻ ആലോചിച്ചിട്ടില്ല. BSc സുവോളജി 2nd ഇയറും 3rd ഇയറും പഠിക്കുമ്പോൾ എന്ത് പണിയെടുത്തിട്ട് ജീവിക്കുമെന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അതുപോലല്ല ഇപ്പോഴത്തെ കുട്ടികൾ. അവർക്ക് പ്ലാനുണ്ട്. അവർ ഇന്ത്യയിൽ സെറ്റിൽ ചെയ്യാൻ പോലും, ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഈ കോഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട്. കാരണം അവർ കുറച്ചുകൂടി ക്വാളിറ്റി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് മാത്രം ജോലി കിട്ടിയതുകൊണ്ട് നമുക്ക് ക്വാളിറ്റി ലൈഫ് കിട്ടുമോ? എനിക്ക് ജോലി കിട്ടി, കുറേ അധികം ശമ്പളം കിട്ടി, അതുകൊണ്ട് ക്വാളിറ്റി ലൈഫ് കിട്ടില്ല. നമ്മുടെ സംവിധാനങ്ങൾ ക്വാളിറ്റി ഉള്ളതായിരിക്കണം, നമ്മുടെ അന്തരീക്ഷം ക്വാളിറ്റി ഉള്ളതായിരിക്കണം, നമ്മുടെ സർക്കാർ ക്വാളിറ്റി ഉള്ളതായിരിക്കണം, നമ്മുടെ സമൂഹം ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അത് ആഗ്രഹിക്കില്ലേ? കുറച്ചുകൂടി ബെറ്റർ സെറ്റപ്പിൽ ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, കുറച്ചുകൂടി ബെറ്റർ സൊസൈറ്റിയിൽ ജീവിക്കാം എന്നാഗ്രഹിക്കുന്ന ആളുകൾ, പരസ്പര ബഹുമാനം കിട്ടുന്ന നാട്ടിൽ ജീവിക്കാം എന്നാഗ്രഹിക്കുന്ന ആളുകൾ, കുറച്ചുകൂടി ഇത്രയും പൊല്യൂട്ടഡ് അല്ലാത്ത രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവരൊക്കെ ഉണ്ടാവില്ലേ? അവർ പുറത്തു പോകാനും ആഗ്രഹിക്കുന്നു. അതൊരു ഘടകമാണ്. ആ ഘടകം നമ്മൾ കാണാതിരുന്നുകൂടാ. അത് കാലത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഒരു കാലത്ത് നമ്മുടെ +2 പ്രീ-ഡിഗ്രി ക്ലാസ്സുകൾ, പിന്നെയുള്ള ഡിഗ്രി ക്ലാസ്സുകൾ നിറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അതുണ്ടാവില്ല. അങ്ങനെ ഏതെല്ലാം മേഖലകൾ അല്ലേ പഴഞ്ചനായി പോയില്ലേ? അങ്ങനെ പോയ ഒരുപാട് സംഗതികളുണ്ട്. അതിൽ കൂടുതൽ ഇതും പോകും. രണ്ടാമത്തേത് ഈ പറഞ്ഞ അജിൻസ് പറഞ്ഞ അപ്ഡേറ്റ് ചെയ്യുക എന്നത് പ്രധാന കാര്യമാണ്. എന്താണ് ഇപ്പോഴത്തെ നീഡ്, അതിനൊപ്പിച്ച് നമ്മുടെ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ സംവിധാനവും അപ്ഡേറ്റ് ചെയ്യണം. സർക്കാർ ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകളൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ നിലപാടിൽ നിന്നൊക്കെ മാറി, നല്ല കാര്യമാണ്. അവർ വരട്ടെ, ഇത് മാറ്റട്ടെ. പുതിയ കാലത്ത് എന്താണ് വേണ്ടത്? ഇപ്പോൾ നമ്മൾ TV തുറന്ന് നോക്കി, എന്താണ് TV തുറന്നാൽ കാണുന്നത്? നിങ്ങൾക്കൊരു തൊഴിലാണ് വേണ്ടതെങ്കിൽ അതിന് പഠിക്കേണ്ട സ്ഥാപനം ഏതാണ്? ഈ പറയുന്ന NSS ഹിന്ദു കോളേജ് ചങ്ങനാശ്ശേരിയിലൊന്നും പഠിച്ചിട്ട് ഒരു ഞാനവിടെ പഠിച്ചു, അതുകൊണ്ടാട്ടോ ഞാൻ കോളേജിനെ പറഞ്ഞത്. അവിടെ ഒന്നുമല്ല, ACCA CMA എന്തൊക്കെയുണ്ട്, മമ്മൂട്ടിയൊക്കെ പറഞ്ഞു അവിടെ പഠിക്കൂ +2 കഴിഞ്ഞതിന് ശേഷം എന്നാണ്. അപ്പോൾ അത് പഠിക്കാൻ ആ +2 കഴിയുമ്പോൾ തന്നെ അത്തരം കുട്ടികളെ എടുക്കാൻ നിങ്ങൾ വഴിയോരത്ത് മുഴുവൻ പഠിപ്പിക്കുന്ന എത്രയോ സ്ഥാപനങ്ങളില്ലേ, എത്ര ട്യൂഷൻ സെൻ്ററുകൾ, ഹൈ പ്രൊഫൈൽ ട്യൂഷൻ സെൻ്ററുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർ കുട്ടികളെ ഇപ്പോൾ തന്നെ പറയുകയാണ്, നിങ്ങൾ അത് പഠിച്ചിട്ട് കാര്യമില്ല, 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാവാൻ ഇത് പഠിക്കുമെന്ന് മോഹൻലാൽ പറയുന്നത് കാണുന്നില്ലേ?
സോ അത് ഒരു പുതിയ കാലത്തെ പുതിയൊരു ട്രെൻഡാണ്. ആ ട്രെൻഡിനനുസരിച്ച് കുട്ടികൾ അതിലേക്ക് പോവാണ്. അത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെയും നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും ഭാഗമാക്കി അത്രയും അപ്ഡേറ്റ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും സർക്കാരിന് കഴിയുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. എന്താണ് ലോകത്തിൻ്റെ ചേഞ്ച്, അത് ഗവൺമെൻറ്റുകൾ ആദ്യം മനസ്സിലാക്കണം. ആ ചേഞ്ചിനൊപ്പിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളുടെയും സംഗതികൾ മാറ്റിയ നല്ലതാണ്. ഒപ്പം നമ്മുടെ ടോട്ടൽ സെറ്റപ്പ് എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയാനുള്ള ഉത്തരവാദിത്വം എല്ലാവരും കൂടി എടുക്കേണ്ട ഒന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരാൾ പുറത്തു പോകുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ, എന്തുകൊണ്ട് ഒരാൾ പരമ്പരാഗത കോളേജിൽ വരുന്നില്ല എന്ന് ആലോചിച്ചാൽ അതിനൊരു ഘടകം മാത്രമല്ല, ഒരുപാട് ഘടകങ്ങൾ കാണാൻ കഴിയും. അതിനൊരുപാട് ഉത്തരവാദികളുണ്ട്. അത് കൂട്ടായി നമ്മൾ പരിശ്രമിക്കേണ്ട ഒന്നാണ്. ആഫ്റ്റർ ഓൾ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഈ വിദ്യാലയത്തിൽ വരുന്നില്ല എന്ന് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമൊന്നുമല്ല. എല്ലാവരും ഇവിടെ നിൽക്കുന്നില്ലല്ലോ എന്നുള്ളത് നമ്മളങ്ങനെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. മനുഷ്യരിങ്ങനെ പലായനം ചെയ്തല്ലേ ലോകം ഉണ്ടാക്കിയത്. മലയാളികൾ നമ്മൾ ചന്ദ്രനിൽ പോലും മലയാളികളെന്ന് പറയും. മലയാളി പലായനം ചെയ്താണ് മലയാളി ഈ കേരളം ഉണ്ടാക്കിയത്. ഇവിടുന്ന് എല്ലാം കുഴിച്ചെടുത്താണോ? അല്ല, നമ്മൾ ലോകത്തുനിന്ന് മുഴുവൻ പോയി കൊണ്ടുവന്നുണ്ടാക്കിയതാണ് ഈ നാട്. ഇപ്പോഴും ഇത്രയും പവർഫുള്ളായി നിൽക്കുന്ന ഈ സ്റ്റേറ്റ് അല്ലേ, ഇപ്പോഴും വിദേശം നാണ്യം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് പോകുന്നവർ പോകട്ടെ, നിൽക്കുന്നവർ നിൽക്കട്ടെ. അങ്ങനെ നമുക്ക് നിൽക്കാമെന്ന് ഞാൻ പറയാം. യെസ്, എന്തായാലും നമ്മുടെ കുട്ടികളുടെ ചിന്തകളും സ്വപ്നങ്ങളുമൊക്കെ അതിർവരമ്പുകളില്ലാത്തതാണ്. അവരങ്ങനെ സ്വപ്നം കാണുകയാണ്. അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് മൊത്തത്തിൽ മാറേണ്ടതുണ്ട്.